വിദേശ വിദ്യാഭ്യാസ രംഗത്ത് 13 വർഷമായി പ്രവർത്തിക്കുന്ന ലൈഫ് പ്ലാനർ സ്റ്റഡീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ മിസ്റ്റർ സുജിൻ സി ചെറിയാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലൈഫ് പ്ലാനർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ലക്ഷ്യമിടുന്നത് അവരുടെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഉന്നത വിദ്യാഭ്യാസം എന്നതിലുപരി പിന്നീടുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിത സാഹചര്യം ഉറപ്പാക്കുക എന്നതാണ്. അതായത് വിദേശ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സുരക്ഷിതമായ ഒരു ഭാവി ഉറപ്പാക്കുക എന്നത് തന്നെയായിരിക്കണമെന്ന് ലൈഫ് പ്ലാനറിന് നിർബന്ധമുണ്ട്. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും തങ്ങളുടെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ലൈഫ് പ്ലാനർ എങ്ങനെയാണ് വഴികാട്ടുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഹലോ സാർ, നമസ്കാരം. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് 13 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് ലൈഫ് പ്ലാനർ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? ലൈഫ് പ്ലാനർ സ്റ്റഡീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇൻസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പരിധിവരെ എന്നെക്കുറിച്ച് പേഴ്സണലൈസ് ചെയ്തും പറയേണ്ടി വരും. ഏതാണ്ട് ഒരു 18 വർഷത്തിന് പിന്നിൽ ഞാനും ഒരു വിദേശ വിദ്യാർത്ഥി ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയായ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന് അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ജീവിതത്തിലെ മോശം സാഹചര്യം, സാമ്പത്തിക സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കാത്തൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വിദേശ വിദ്യാഭ്യാസ രംഗത്തോടുള്ള റിസർച്ച്. അതിനും ശേഷം ഞാനൊരു എംപ്ലോയി ആയി ഇവിടെ തുടർന്നു, ഒരു ജോലിക്കാരനായി തുടർന്നു. ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് കമ്പനി തന്നെ ചീഫ് മാർക്കറ്റിംഗ് മാനേജറായി നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ കാനഡയിലേക്ക് PR-ന് വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പോൾ അന്ന് ഞാൻ എത്തിപ്പെട്ടത് റോങ് ഹാൻഡിലായിരുന്നു. കാനഡയിലേക്ക് PR-ന് ഞാൻ അപ്ലൈ ചെയ്ത ചാനൽ ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് ആ ചാനൽ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും പ്രൊസീജിയർ ചെയ്യുകയും പിന്നീട് എനിക്ക് കനേഡിയൻ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വന്ന ലെറ്ററിനകത്ത് സോറി ദ ഡോർ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ലെറ്റർ കിട്ടുകയും ചെയ്തെടുത്താണ് എൻ്റെ ഒരു ഡിറ്റർമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഷുഡ് ലേൺ മോർ അബൌട്ട് ദിസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇമിഗ്രേഷൻ ടു ദ ഡെവലപ്ഡ് കൺട്രീസ്. ആ കോൺസെപ്റ്റിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ നേരത്തെ ഉള്ള ഒരു ഓൺടർപ്രണർഷിപ്പ് മെൻറ്റാലിറ്റി, ഒരു ഓൺടർപ്രണർ ആവണം എന്നുള്ള ആഗ്രഹവും ഇത്തരം സാഹചര്യങ്ങളും മിക്സ് ചെയ്തപ്പോൾ ഞാൻ കൂടുതൽ പഠിക്കുകയും ഒരു സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ റിസർച്ചിനെ ബേസിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഒരു കമ്പനി സ്വന്തമായി തുടങ്ങി ഇത്തരം മേഖലകളിൽ വിദേശ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പല കമ്പനികളും ചെയ്യുന്നത് പോലെ ഞാൻ മറ്റൊരു വിദേശ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഫ്രാഞ്ചൈസി പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. പക്ഷേ 2012 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കോൺസെപ്റ്റ്. 2 വർഷം ഓടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കാരണവശാലും ഒരു ഇടനിലക്കാരനിലൂടെ ചെയ്യേണ്ട സേവനമല്ല. അപ്പോൾ ഞാൻ റിസർച്ച് കൂട്ടി കൂടുതൽ ബന്ധങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 2015 ലൈഫ് പ്ലാനർ സ്റ്റഡീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനം തുടങ്ങി സ്വന്തമായി. ഇതാണ് ലൈഫ് പ്ലാനറിൻ്റെ ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡോർ ക്ലോസ് ചെയ്തെടുത്തുനിന്നാണ് ലൈഫ് പ്ലാനർ എന്നൊരു സ്ഥാപനത്തിന്റെ ഡോർ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ 13 വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റമാണ് ഈ വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്? 13 വർഷത്തിന് പുറകിലേക്ക് നോക്കിയാൽ ഞാൻ ഈ രംഗത്തേക്ക് വരുന്ന കാലയളവിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞാൽ അത് കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമായിരുന്നു. പക്ഷേ ഞാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സേവനം തുടങ്ങുന്നതിന് മുൻപേ ഉള്ള കാലഘട്ടം എന്ന് ആലോചിച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്നു UK ആയിരുന്നു. US-ഉം ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന ട്രെൻഡിനൊപ്പമല്ലേ ശരിക്കും വിദേശ വിദ്യാഭ്യാസവും വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേകം അവസ്ഥ നോക്കിയാൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാലത്തിനനുസരിച്ചോ ട്രെൻഡിനനുസരിച്ചോ അല്ല വിദ്യാഭ്യാസ മേഖല സഞ്ചരിക്കേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളോ ഞാൻ റിസർച്ച് ചെയ്യുന്ന രാജ്യങ്ങളോ ഒരിക്കലും ട്രെൻഡിനൊപ്പം പോകുന്നതാവണമെന്നില്ല, നിർബന്ധമില്ല. നേരത്തെ നിങ്ങൾ എന്നെക്കുറിച്ചോ എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ വിദേശ വിദ്യാർത്ഥി ആവുന്നതിലുപരി വിദ്യാഭ്യാസത്തിന് ശേഷം ആ രാജ്യത്ത് തന്നെ തൊഴിൽ ലഭിക്കുമെന്ന് ഉറപ്പിക്കുകയും അവിടെ സ്ഥിരതാമസക്കാരനാകാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന രാജ്യം മാത്രമായിരിക്കും ഞാനോ എൻ്റെ കമ്പനിയോ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ട്രെൻഡിനൊപ്പം പോകുന്നതല്ല, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ലൈഫ് പ്ലാനറിന്റെ പോളിസി ലക്ഷ്യം. നമുക്ക് ഒരുപാട് കൺട്രീസിലേക്ക് കുട്ടികൾക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് കുട്ടികളുടെ ഒരു ഒഴുക്ക് കൂടുതലുണ്ടോ? തീർച്ചയായിട്ടും. അത് നമ്മളുടെയൊക്കെ രക്തത്തിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമാണ്. വികസിത രാജ്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒന്നാമത് വികസിത രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പണ്ട് കാലം മുതലേ 1960-കൾ മുതലേ ഏറ്റവും കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിട്ടുള്ളതെല്ലാം US-ഉം UK-യും ബന്ധപ്പെട്ട് തന്നെയാണ്.
സംശയമില്ലാത്ത കാര്യമാണ്. അതിനുശേഷമാണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ ഫ്രെയിമിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നതുകൊണ്ടും നിർബന്ധിതമായി സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ടും ഏറെക്കുറെ മലയാളികൾക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യമുണ്ട് എന്നൊരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എഫേർട്ട്ലെസ് ആയി പോയി സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന രാജ്യം എന്ന നിലയിൽ അത് UK-യോ US-ഓ കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ മിനിമം പക്ഷം അയർലൻഡോ ആയിരിക്കും. അപ്പം വിദേശ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ നമ്മളൊരു വിദേശത്ത് പോയി സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ കംഫർട്ടബിലിറ്റി ടു സ്റ്റാർട്ട് വിത്ത്, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളുടെ കംഫർട്ട് സോണിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഫ്യൂച്ചറിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഇവിടെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ തന്നെ ഞാൻ പിടിച്ചു നിൽക്കണമോ അതോ എന്നെ ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്ക് ഞാൻ പോകണമോ എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് മാത്രമല്ല ലൈഫ് പ്ലാനർ സ്റ്റഡീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ ലക്ഷ്യം, ഓപ്ഷൻസ്. ഇപ്പം എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിനും രണ്ട് സൈഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിലെ ഒരു ഗുണങ്ങളും പോരായ്മകളും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? നിലവിലെ സാഹചര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അറിയാം. ഞാൻ രാജ്യങ്ങളുടെ പേരെടുത്ത് പറയാതെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പോയ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയും അവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്നതും പഠിച്ച കോഴ്സിലല്ലാതെ മറ്റ് ജോലി ചെയ്യേണ്ട നിർബന്ധിതമായി വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ലക്ഷ്യം നമ്മൾക്ക് വേണമെങ്കിൽ മൂന്നായി തിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ തമാശ രൂപേണ പറയും, ക്വിറ്റ് ഇന്ത്യ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കിടക്കണം, മറ്റേതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ. അവർക്ക് എവിടേക്കെങ്കിലും പോകാൻ വിസ കിട്ടിയാൽ മതി. പഠനം അവൻ്റെ ലക്ഷ്യമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ വിടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, വിദേശത്ത് പോയി പഠിക്കണം, എൻ്റെ കരിയർ, എൻ്റെ സ്കിൽസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, എന്നാൽ എൻ്റെ ലക്ഷ്യം ആ രാജ്യത്തെ ജോലിയാണ്. ആ ജോലിയിലേക്ക് എത്താൻ എനിക്ക് ആ കൺട്രിയിലെ തന്നെ ഒരു വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അത് പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു ജോലി കിട്ടില്ല. അത് പഠിച്ചാൽ അവിടെ സ്റ്റേ ബാക്ക് കിട്ടും, ജോലി കിട്ടും, എനിക്കവിടെ സെറ്റിൽ ആവും. സെക്ഷൻ നമ്പർ 2. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നതാണ് റിയൽ സ്റ്റുഡൻസ്. സ്റ്റുഡിയസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലോ മെഡിക്കൽ സർവകലാശാലകളിലോ അതല്ലെങ്കിൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ടോ ലോ ബന്ധപ്പെട്ടോ അങ്ങനെ തുടങ്ങി ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് സബ്ജക്റ്റിലും അവന് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടം. അവനെ സംബന്ധിച്ച് സ്റ്റേ ബാക്ക് പ്രശ്നമല്ല, പാർട്ട് ടൈം ജോബ് പ്രശ്നമല്ല. അവൻ പോകുന്നത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തിലേക്കായിരിക്കും, പക്ഷെ അവൻ നോക്കുന്നത് ഇവിടുത്തെ IIT റാങ്കുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. സ്റ്റേ ബാക്ക് നോക്കുന്നില്ല, പാർട്ട് ടൈം ജോബ് നോക്കുന്നില്ല, പഠനത്തിന് ശേഷം എനിക്കവിടെ ജോലി കിട്ടുമോ നോക്കുന്നില്ല. തിരിച്ചു വന്നാലും ഐ എം ഓക്കെ. UK പോയാൽ സ്റ്റേ ബാക്ക് കിട്ടും, PR കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല, കാഴ്ചക്കാർക്ക് മറുപടി പറയാം. അപ്പോൾ UK പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയുമുണ്ട് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിൽ. ഞാൻ ഓൾറെഡി ഒരു ബിസിനസ്സുകാരൻ്റെ മകനാണ്, ഒരു ഓൺട്രപ്രണർ ആവേണ്ടതാണ്, ഫ്യൂച്ചർ ഓൺട്രപ്രണർ ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിസിനസ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രൊഫഷനെ, എൻ്റെ പ്രൊഫൈലിനെ, എൻ്റെ എഡ്യൂക്കേഷനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകോത്തര യൂണിവേഴ്സിറ്റിയിൽ UK തർക്കമില്ല കാര്യത്തിൽ. UK അങ്ങനെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ പഠിച്ചിട്ട് ഞാൻ തിരിച്ച് വന്നോളാം, ഇവിടെ വന്ന് എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തോളാം, അങ്ങനെ വിചാരിക്കുന്ന കൂട്ടമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളിലും മാത്രം ലക്ഷ്യം വെക്കുന്ന, തിരിച്ചു വരെ ഒരു പ്രശ്നമല്ലാത്ത, വരാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടം. ഇതിലേതാണ് നിങ്ങൾ എന്ന് തീരുമാനിച്ചിട്ട് വേണം രാജ്യം തീരുമാനിക്കാൻ. നിങ്ങളുടെ ബ്രോഷറിൽ ജർമ്മനിയെ കുറിച്ച് കണ്ടു. പ്രതീക്ഷകളുടെ, അവസരങ്ങളുടെ, ഉറപ്പിന്റെ ലോകമാണ് ജർമ്മനി എന്ന്. വൈ ജർമ്മനി സാർ? എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനിയെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്? അതിന് വ്യക്തമായ ഒരു മറുപടി ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു വികസ്വര രാജ്യം, അങ്ങനല്ലേ ഡെവലപ്പിംഗ് കൺട്രീസിന് പറയാം അല്ലേ? അപ്പം വികസ്വര രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഇവിടെ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പോരാ എന്ന് വിശ്വാസമുള്ളത് കൊണ്ടോ ബോധ്യം വന്നതുകൊണ്ടോ ഇവിടെ എനിക്ക് കിട്ടുന്ന ശമ്പളം, ആ തുകയും പോരാ, വളർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്, ജീവിത ചെലവും വരുമാനവും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഫ്യൂച്ചറിൽ അപകടമാവാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാറ്റഗറി, വിദേശത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ചാണല്ലോ വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ടൂളിലേക്ക് വരുന്നത്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഭൂരിഭാഗവും 90%, 10% താഴെ ഉള്ളൂ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സെക്ഷൻ. അപ്പോൾ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഒരു
വീണ്ടും ഒരു വികസ്വര രാജ്യമാണോ, ഡെവലപ്പിംഗ് കൺട്രി ആണോ, അതോ ഡെവലപ്ഡ് കൺട്രി ആണോ? ഡെവലപ്ഡ് കൺട്രീസിന്റെ ലിസ്റ്റ് എടുത്താൽ വിദേശ വിദ്യാർത്ഥികളാകാൻ പോകുന്ന നമ്മളുടെ മക്കൾക്ക്, നമ്മളുടെ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ അതിൽ പ്രധാനപ്പെട്ടതിലൊന്നല്ലേ ജർമ്മനി? ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി. UK മുന്നിലാണ്. അപ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഇനിയും ജർമ്മനി എന്തുകൊണ്ട് ഞാൻ പറയുന്നു ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യം, എക്കണോമിക്സിലെ തിയറി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. വേർ ദർ ഇസ് എ ഡിമാൻഡ് ദർ ഷുഡ് ബി സപ്ലൈ, അല്ലേ? സപ്ലൈ ഡിമാൻഡിന് അനുബന്ധിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൈസിങ്, കോസ്റ്റ് കൂടും, സ്കേഴ്സിറ്റി വരും. ആ ഒരു മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന്റെ സ്കേഴ്സിറ്റി വരും. ഇറ്റ് ക്രിയേറ്റ്സ് ദ ഇൻഫ്ലേഷൻ, പ്രൈസ് കൂട്ടും അതിന്റെ. അപ്പം ഇതേ സാഹചര്യമുള്ളൊരു കൺട്രി പോകുന്നതാണ് ഒരു തൊഴിലാളിക്ക് നല്ലത്. എന്താണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി? ഹ്യൂമൻ റിസോഴ്സിലും ആപ്ലിക്കബിൾ ആണ്. എന്നെയോ ഞാൻ ഉൾപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിനെയോ നേഴ്സിനെയോ അല്ലെങ്കിൽ കുക്കിനെയോ ഞാൻ ഉൾപ്പെടുന്ന ബിസിനസ് പ്രൊഫഷണലിനെയോ ആഗ്രഹിക്കുന്ന, ഞങ്ങളില്ലാതെ നിൽക്കാൻ പറ്റാത്ത രാജ്യം. അങ്ങനെയൊന്നും ചിന്തിച്ചു നോക്കി ഇതിനെ കുറിച്ച്. ഇതിന്റെ മറുവശമുണ്ടല്ലോ, അതർ സൈഡ് ഓഫ് ദ കോയിൻ. അപ്പോൾ ഞാൻ അവിടെ എത്തി പഠിച്ചാൽ എനിക്ക് ജോലി തരുമെന്ന് ഉറപ്പ് വരണമെങ്കിൽ ഞാൻ ഇല്ലാതെ അവിടുത്തെ ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റരുത്. ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിദേശ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന കൂട്ടം ഉള്ള വിദ്യാർത്ഥികളെ ആവശ്യമുണ്ടാവണം. ഈ തരത്തിൽ നോക്കിയാൽ ജർമ്മനി അല്ലാതെ ഏത് ഡെവലപ്ഡ് കൺട്രിയെ പറയാൻ പറ്റും ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ വേണം എന്ന് പറഞ്ഞൊരു കൺട്രി? ആരുമില്ല. എല്ലാവരും പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പഠിക്കാൻ വരൂ, 1 year stay back, 2 years stay back, maybe 3 years stay back, Canada 3 years stay back. That's it. അവരാരും നിങ്ങൾ ആ രാജ്യത്ത് ചെല്ലുകയും നിങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, വികസിത രാജ്യങ്ങളുടെ പേര് പറയാതെ ഞാൻ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് രാജ്യങ്ങൾ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തുന്ന വിദ്യാർത്ഥിയെ ഒരു 90% നിങ്ങൾ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പോകുന്ന വിദ്യാർത്ഥികൾ 90% വിദ്യാർത്ഥികളും പോകുന്ന ഏത് കോഴ്സിനാണ്? മാസ്റ്റേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാസ്റ്റർ ഓഫ് സയൻസ്, മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റാലിറ്റി, ലൈക്ക് വൈസ് ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ്, ലോട്ട് ഓഫ് തിങ്സ്. ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്ന തൊഴിലാണ്? വൈറ്റ് കോളർ ജോബ് അല്ലേ? സ്യൂട്ടും കോട്ടും ഇട്ട് കറങ്ങുന്ന കസാരയിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആഗ്രഹത്തിലാണ് ഈ കോഴ്സ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ ആ രാജ്യങ്ങളുടെ ഡിമാൻഡ് ലിസ്റ്റ് എടുത്താൽ, തൊഴിൽ ബന്ധപ്പെട്ട ഡിമാൻഡ് ലിസ്റ്റ് എടുത്താൽ അവർക്ക് വേണ്ടതെല്ലാം ബ്ലൂ കോളർ ജോബിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെയാണ്. എന്തു പറയാൻ പറ്റും? ഹെയർ കട്ടർ, നേഴ്സ്, കോസ്മെറ്റോളജിസ്റ്റ്, കുക്ക്, ഷെഫ്, ഇങ്ങനെ തുടങ്ങി വെള്ളക്കാർ ജോലി ചെയ്യാത്ത മേഖലകളല്ലേ യഥാർത്ഥത്തിൽ നമ്മളെ വേണ്ടത്. ദാറ്റ് ഇസ് ബ്ലൂ കോളർ ജോബ്. അപ്പോൾ ഇതിനകത്തൊരു ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഫാക്ട് കിടക്കുന്നില്ലേ? നമ്മളെ പഠിക്കാൻ ക്ഷണിക്കുന്നത് വൈറ്റ് കോളർ ജോബ് ബന്ധപ്പെട്ടൊരു വിദ്യാഭ്യാസത്തിനും നമ്മളെ ആവശ്യമുള്ളത് ബ്ലൂ കോളർ ജോബിലും. എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ഇംഗ്ലീഷ് രാജ്യങ്ങൾ MBA കഴിഞ്ഞ വിദ്യാർത്ഥികൾ കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നു ഓൾഡ് ഏജ് ഹോമിൽ. കൂടുതൽ എക്സാമ്പിൾ ഞാൻ അതിൽ പറയേണ്ട ആവശ്യമില്ല. ജർമ്മനിയെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും ആളുകളെ വേണം, എല്ലാ മേഖലകളും. ഫ്രം ദ ബ്ലൂ കോളർ ജോബ് ടു ദ വൈറ്റ് കോളർ ജോബ്. ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞാൽ മേസണെയും കാർപ്പൻറ്ററിനെയും ഇലക്ട്രീഷ്യനെയും പ്ലംബറിനെയും ഉൾപ്പെടെ അങ്ങ് മുകളിലേക്ക് കയറിയാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ വരെ ആവശ്യമുള്ള രാജ്യം. ഏതാണ്ട് 70% ജർമ്മൻകാരും ഇന്ന് ഓൾഡ് ഏജ് ആയി കഴിഞ്ഞു, റിട്ടയർഡായി എന്നർത്ഥം. 8,20,00,000 അല്ലെ 8,40,00,000 വരുന്ന പോപ്പുലേഷൻ്റെ ഏതാണ്ട് 70% ഓൾഡ് ഏജ് ആയി എന്ന് പറയുമ്പോൾ, ആവറേജ് ഏജ് റേറ്റ് 49 എന്ന് പറയുമ്പോൾ, അടുത്ത 11 വർഷം കൊണ്ട് ഞങ്ങളുടെ രാജ്യം കംപ്ലീറ്റ്ലി റിട്ടയർമെന്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഓൾറെഡി സൂചിക എടുത്തു വെച്ച് ആ അപകടത്തെ മാനേജ് ചെയ്യാൻ നിൽക്കുന്ന ഒരു രാജ്യം. അതാണ് 75 ലക്ഷം എംപ്ലോയീസിനെ 2035 ജർമ്മനിക്ക് വേണം. ഞാൻ കൂടെ പോകുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നില്ല. 75 ലക്ഷം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 75 ലക്ഷം ഫാമിലിയാണെന്ന് മനസ്സിലാക്കണം. 75 ലക്ഷം ഫാമിലിയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. 75 ലക്ഷം എംപ്ലോയീസിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. ഇവിടെ വന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് തരൂ. 2025 8 ലക്ഷം പേരെ തരൂ. കേരളത്തിൽ നോർക്കെ ഉൾപ്പെടെ ജർമ്മനിയുമായി റിക്രൂട്ട്മെന്റിൽ കൈകോർത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി എന്ത് എക്സാമ്പിൾ പറയണം? ജർമ്മനി ആണ് ഓപ്പർച്യൂണിറ്റി. എന്തുകൊണ്ട് സുജിനും ടീമും ജർമ്മനിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഞാൻ അടുത്തൊരു പോയിന്റും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാൻ പറ്റുന്ന രാജ്യം ഏതാ ഉള്ളത്? നമ്മളുടെ നാട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള പഠിക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ പണമില്ലാത്തത് കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത
ഇന്ത്യ വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. നേഴ്സ് ആവാനും, അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് ഗാസ്ട്രോണമി, കുക്ക്, ഷെഫ്, റെസ്റ്റോറൻറ്റ് മാനേജർ ആവാനും, അതല്ലെങ്കിൽ മെക്കാനിക്കോ മെക്കട്രോണിക്കോ ആവാനും, ഇലക്ട്രീഷ്യൻ ആവാനും, ഇലക്ട്രോണിക് എഞ്ചിനീയർ ആവാനും, ടെക്നീഷ്യൻ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. ഇനി അതിന് മുകളിൽ മാനേജ്മെന്റ് ലെവലിലും MS എടുത്ത് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കും എല്ലാം സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന, പഠനത്തോടൊപ്പം ജീവിക്കാനുള്ള പണം ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡായി നൽകുന്ന വേറെ ഏത് രാജ്യമുണ്ട്? യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം ഡ്യുവൽ സ്റ്റഡീസ്, 18 വയസ്സുകാരൻ വിദ്യാർത്ഥിക്ക് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പോടുകൂടി ഡ്യുവൽ സ്റ്റഡീസ് പഠിക്കാൻ സാധിക്കും. അവന് പഠിക്കുന്ന കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പോഷർ ഒരു കമ്പനിയിൽ ജോലിക്കാരനായി ചെയ്യുകയും ആ കമ്പനി അവനെ പൂർണ്ണമായി സ്പോൺസർ ചെയ്യുകയും എന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവൻ്റെ ഫീസ് കമ്പനി നോക്കിക്കോളും. അവന് ജീവിക്കാനുള്ളതിൽ കൂടുതൽ തുക ഈ കമ്പനി എല്ലാ മാസവും നൽകും. അത് കോൺട്രാക്റ്റാണ്. ഏത് രാജ്യം വേറെ? ഹെൽത്ത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ഫാമിലി ടാക്സ് പെയർ ആണെങ്കിൽ ആ ഫാമിലിയുടെ കംപ്ലീറ്റ് ഹെൽത്തും ടേക്ക് കെയർ ചെയ്യുന്ന, അതുപോലെ തന്നെ ആ വീട്ടിലെ വിദ്യാർത്ഥികളുടെയോ ഇനി ജോലിക്കാരൻ്റെ തന്നെയോ ഫ്യൂച്ചർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ PhD വരെയും സൗജന്യമായി പഠിപ്പിക്കുന്ന ഏത് രാജ്യമുണ്ടാവും? PR ഗ്യാരണ്ടി എന്ന് പറയുന്ന രാജ്യം ഏതുണ്ടാവും? സിറ്റിസൺഷിപ്പ് ഈസ് യുവർ ഓപ്ഷൻ, യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന രാജ്യം ഏതുണ്ടാവും? EU ബ്ലൂ കാർഡ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വന്തം മാതാപിതാക്കളെ സ്ഥിരതാമസക്കാരായി കൊണ്ടുപോകാൻ പറ്റുന്ന രാജ്യം ലോകത്ത് ഏതുണ്ടാവും? ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾക്ക് ജർമ്മനിയെ കുറിച്ച് പറയാൻ 100 കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യം, ജർമ്മനി മാത്രമല്ല ലൈഫ് പ്ലാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാവുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം മുന്നിൽ കൊടുക്കുന്ന ഓപ്ഷൻ ജർമ്മനി ആയിരിക്കും. അത് പറ്റില്ല എന്ന് പറയുന്ന ആളോട് ഞാൻ അതിൻ്റെ ഒരു ഗുണഗണങ്ങൾ അല്ലെ അതിൻ്റെ ഒരു പോസിബിലിറ്റീസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടും അയാൾക്ക് വേണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ എൻ്റെ കമ്പനി റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതാണ്ട് 300ഓളം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാൻ തരാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആദ്യമേ ഈ സത്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഏത് വേണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും ജർമ്മനി, ഓഫ് കോഴ്സ്, ബേസ്ഡ് ഓൺ ദ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ. ഇപ്പോൾ ഈ ജർമ്മനി എന്ന് പറയുമ്പം ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ലാംഗ്വേജ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഷ പഠിക്കാൻ ഇന്ന് ലോകത്ത് കഴിവുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ മലയാളിയോളം കിടപിടിക്കാൻ ആരുമില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അതിന് നമ്മൾക്ക് കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 1960കളിലും 70കളിലും US പോയ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത നമ്മളുടെ കാരണവന്മാരെന്ന് പറയാമല്ലോ മലയാളത്തിൽ, നമ്മളുടെ ആൻസസ്റ്റേഴ്സ്, അവരൊക്കെ എങ്ങനെ സായിപ്പിനൊപ്പം ഇംഗ്ലീഷ് പറയുന്നത്? സ്കൂൾ തന്നെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാത്തവർ പോയിട്ടുണ്ട്, ഡിഗ്രി ഇല്ലാത്തവർ പോയിട്ടുണ്ട്. ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ അത്ര വലിയ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു എത്ര ഫ്ലുവൻ്റ് ആയിട്ടൊരു US ഒറിജിനോടൊപ്പം കിടപിടിക്കുന്ന ഇംഗ്ലീഷ് പറയുന്നത്? ഭാഷ പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളുടെ ലിംഗ്വിസ്റ്റിക് സ്കിൽ അത്രയ്ക്ക് ഹൈ എൻഡ് ആണ്. 70കൾ മുതൽ അറബ് രാജ്യങ്ങളിൽ നമ്മളുടെ ആളുകളുണ്ട്. സൗദിയിലും കുവൈറ്റിലും ദുബൈയിലും ഒക്കെ ആയിട്ട് നമ്മുടെ ആളുകളുണ്ട്. എല്ലാവരും അറബിക് ഫ്ലുവൻ്റ് ആയിട്ട് പറയും. എങ്ങനെ പറയുന്നു? സ്കൂളിൽ പഠിച്ചിട്ടല്ല. അപ്പോൾ ഇത് പഠിക്കാൻ ഒരു നൈസർഗികമായ കഴിവ് മലയാളിക്കുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ +2 80% ഫുൾ A+ മേടിച്ചൊരു കുട്ടി ജർമ്മൻ പഠിക്കാൻ എൻ്റെ മകൾക്ക് പറ്റുമോ മകന് പറ്റുമോ എന്ന് ആ കുട്ടിയുടെ പിതാവോ മാതാവോ സംശയിച്ചാൽ ആ കുട്ടിയുടെ കഴിവിനെ കൂടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? നിങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നോക്കിയാൽ ഇംഗ്ലീഷ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ജർമ്മൻ. മനസ്സിലായോ? ഇംഗ്ലീഷ് ഭാഷ, ആംഗലേയ ഭാഷ വന്നിരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ നിന്നാണ്. ജർമ്മൻ ഭാഷയുടെ മൂലഭാഷ നമ്മുടെ സംസ്കൃതം ഉൾപ്പെടുന്ന ഏഷ്യൻ ഭാഷകളാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മൂലഭാഷ അല്ലെങ്കിൽ ഒരു ഫോസിലുണ്ട്. ഈ ഫോസിൽ തപ്പി ജർമ്മൻകാർ നമ്മളുടെ MG യൂണിവേഴ്സിറ്റിയിലും കാലടിയിലെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷ് വന്നിരിക്കുന്നത് ജർമ്മൻ ഭാഷയിൽ നിന്നാണെങ്കിൽ ആ ഇംഗ്ലീഷ് നമ്മൾക്ക് പഠിക്കാമെങ്കിൽ വൈ ഡോണ്ട് ജർമ്മൻ അല്ലേ? പല വാക്കുകൾക്കും സാമ്യമുണ്ട്. ഇനി ബാങ്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ബാങ്ക് എന്ന് പറയാം. ഇത് ജർമ്മൻ വാക്കായ ബാങ്ക് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഒരു എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കിൻഡർ ഗാർട്ടൻ ഏത് വാക്കാ അത്? നമ്മുടെ നാട്ടിലെല്ലാം കിൻഡർ ഗാർട്ടൻ അല്ലേ? കിൻഡർ ഗാർട്ടൻ ഏത് ഭാഷയാണ്? ജർമ്മനാണ്. കിൻഡർ എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്നർത്ഥം, ചിൽഡ്രൻ. ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ഗാർഡൻ. കിൻഡർ ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പൂന്തോട്ടം. ഇതാണ് നമ്മളിവിടെ വളരെ എൻ്റെ കുട്ടി കിൻഡർ ഗാർട്ടനല്ല പഠിക്കുന്നത് എന്ന് പറയുന്നത് വളരെ അഭിമാനപൂർവ്വം പറയുന്നത് ജർമ്മൻ വാക്കല്ലേ? മോണ്ടിസോറി.
ഇങ്ങനെ തുടങ്ങി വാക്കുകൾ എടുത്താൽ ജർമ്മൻ വാക്കുകൾ തന്നെ നമ്മളിവിടെ പലപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് ഷൂലെ എന്ന് പറയുന്ന ജർമ്മൻ പദമാണ്. അപ്പൊ ഈ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ABCD to Z വരെയാണ് ജർമ്മൻ ഭാഷയിൽ. അപ്പൊ അവര് ആ ബെ സെ ഡെ എന്ന് പറയുന്ന ABCD. നമ്മൾ ഇന്ന് ഞാനോ ചിലപ്പോൾ അപർണയോ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ അല്ല ഇന്നത്തെ മോഡേൺ സ്കൂളുകളിൽ കുട്ടികൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കുന്നത്. സൗണ്ട്സ് വെച്ചിട്ടാണ്. അവര് A എന്ന് തന്നെയാണ് പറയുന്നത്. ജർമ്മനാണ്. ബിയുടെ ഉച്ചാരണം ബെ ആണ്. അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ മകളെ ഇപ്പം UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലേക്ക് കയറുകയാണ്. കുട്ടിയോട് ഞാൻ ABCD പറയുമ്പോൾ ഒരു വാക്ക് പറയുമ്പം ആ വാക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഈ സൗണ്ട്സ് വെച്ചിട്ടാണ് അവളെ കൊണ്ട് അക്ഷരങ്ങൾ പറയിപ്പിക്കുക. അപ്പോൾ അവൾ പെട്ടെന്ന് പറയും. പെൻ എന്ന് പറയുമ്പോൾ പെൻ പി വരണം ആദ്യമേ. അടുത്തത് എ വരണം. എന്ത് വരണം? അത് എ അല്ല E തന്നെ വരണം. അപ്പം ഇങ്ങനെ സൗണ്ട്സ് വെച്ച് പഠിക്കണം. അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ജർമ്മൻ ഭാഷ പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 10 മാസം വരെ നീളാവുന്ന ഈ കോഴ്സ് ഞങ്ങൾ 8 മാസം മുതൽ 10 മാസം വരെ ഇവിടെ പല ജർമ്മൻ സ്ഥാപനങ്ങളും 6 മാസം കൊണ്ട് ഞങ്ങൾ ജർമ്മൻ പഠിപ്പിക്കാം, വിദേശത്തേക്ക് പറക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. 6 മാസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റുന്ന കോഴ്സ് അല്ല ഇത്. നമ്മൾ LKG മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ കിൻഡർ ഗാർട്ടൻ മുതൽ 4ാം ക്ലാസ് വരെ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഏതാണ്ട് 6 വർഷത്തോളം സമയമെടുത്ത് പഠിച്ചതാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങളും അക്കങ്ങളും അതിൻ്റെ ഗ്രാമറുകളും ബേസിക് വൊക്കാബുലറീസും നമ്മൾ ആ സമയത്ത് പഠിച്ചതാണ്. എന്ന് പറഞ്ഞ പോലെ A1 A2 എന്ന് പറയുന്നത് അക്ഷരങ്ങളും അക്കങ്ങളും ബേസിക് ഗ്രാമറും ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അടിസ്ഥാനം. ഒരു വീട് പണിയുമ്പോൾ ഫൗണ്ടേഷൻ നന്നായി പണിതില്ലെങ്കിൽ അതിന് മുകളിലേക്ക് പണിയുന്നത് പൊളിഞ്ഞു വീഴുമെന്ന് പറയുന്നത് പോലെ അടിസ്ഥാനമായ A1ഉം A2ഉം സമയം കൊടുത്ത് വെള്ളവും വളവും കൊടുത്ത് കൃത്യമായി പഠിച്ചാൽ B1 B2 എളുപ്പമാണ്. പിന്നെ കോൺവെർസേഷനില്ല. അത് കൃത്യമായി പഠിക്കാൻ എനിക്ക് തന്നെ നമ്മൾ ലൈഫ് പ്ലാനർ സ്റ്റഡീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ഫോറിൻ ലാംഗ്വേജ് അക്കാഡമി ഗുരുകുലം എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂളുണ്ട് ജർമ്മൻ പഠിപ്പിക്കാൻ. അവിടെ ഞങ്ങൾ പുസ്തകങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല പഠിപ്പിക്കുക. കുട്ടികൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വായിക്കുന്ന, ഞാൻ LKGയിലോ UKGയിലോ എൻ്റെ മകൾ LKGയോ UKGയോ ആയിരിക്കുമ്പോൾ വായിക്കുന്ന കളിക്കുടുക്കയോ എന്ന് പറഞ്ഞ പോലെ ചിത്രകഥകൾ ആണല്ലോ നമ്മുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത്. അവിടെ തുടങ്ങി ബാലരമ പോലുള്ള ചെറുകഥകളും നോവലുകളും കൊണ്ടുവരുന്ന കഥകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഫാഷൻ മാഗസിൻ ഉൾപ്പെടെ ഇന്നത്തെ കുട്ടികൾക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മാഗസിൻസ് ഉൾപ്പെടെ ജർമ്മൻ മാഗസിൻസ് കൊണ്ടുവന്നു. അതിന്റെ വലിയ പുസ്തക ശേഖരം ഞങ്ങൾക്കുണ്ട്. അപ്പൊ കുട്ടികളെ ബോറടിപ്പിക്കാതെ ഇതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യിച്ച് ആ ഭാഷ വായിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന രീതി. സിനിമകൾ കാണിച്ച്, ജർമ്മൻ സിനിമകൾ കാണിച്ച്, തിയേറ്റർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതും ആ തിയേറ്ററിലാണ്. അപ്പൊ ജർമ്മൻ സിനിമകൾ കാണിച്ച് ജീവിത സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട വൊക്കാബുലറി അല്ലെങ്കിൽ അതിന്റെ കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലേക്ക് ഈ ഭാഷ ഫീഡ് ചെയ്യുന്ന സിസ്റ്റം തുടങ്ങി കുറേ ഉണ്ട് ടൂൾസ് പറയാൻ. ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു സ്കൂളിൽ പഠിക്കുന്ന മാതൃകയിൽ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൂടെ വിദ്യാർത്ഥികളെ ഞങ്ങളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. 10 മാസത്തെ നിങ്ങളുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ അടുത്ത 40-45 വർഷം ജോലി ചെയ്യാൻ, ജീവിക്കാൻ സാധിക്കുന്ന വിശാലമായ ഒരു ലോകം നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. 3000 യൂറോയിൽ താഴെ ശമ്പളം കിട്ടുന്ന ഒരു ടാക്സി ഡ്രൈവർ പോലും ജർമ്മനിയിലില്ല. അപ്പോൾ ഞാനൊരു 10 മാസത്തേക്ക് ഭാഷ പഠിക്കാൻ എൻ്റെ സമയവും എൻ്റെ ബ്രെയിനും മാറ്റിവെക്കുന്നത് തെറ്റായ കാര്യമാണോ? നല്ല ഇനിഷ്യേറ്റീവ് അല്ലേ? എൻ്റെ മാതാപിതാക്കൾക്ക് 15 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ, 1 കോടി രൂപ വരുന്ന ലോൺ എടുപ്പിച്ച് അവരൊരു ബാധ്യതയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? സൗജന്യമായി പഠിപ്പിക്കാൻ ജർമ്മനി നിൽക്കുകയല്ലേ? എല്ലാ മാസവും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ടൊന്ന് പഠിപ്പിക്കാൻ ഹോസ്പിറ്റലുകളും ഇൻഡസ്ട്രികളും തയ്യാറായി നിൽക്കുകയല്ലേ? അപ്പോൾ ഞാനൊരു 10 മാസത്തേക്ക് ഭാഷ പഠിക്കാൻ എഫേർട്ടും തെറ്റാണോ? 3 വർഷവും 4 വർഷവും എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് സമയം കളഞ്ഞ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളില്ലേ? അവരുടെ 50% ഡെഡിക്കേഷൻ മതി. 100% വേണ്ട. അവരുടെ 50% ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ ഈ ലാംഗ്വേജിന്റെ അറ്റ്മോസ്ഫിയറിലൊക്കെ നിൽക്കാൻ തയ്യാറായാൽ ഭാഷ ഈസി ആയിട്ട് പഠിക്കും. റെസിഡൻഷ്യൽ ആകുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ കഴിയോ? റെസിഡൻഷ്യൽ ആകുമ്പോൾ അവിടെ താമസിച്ച് തന്നെ പഠിക്കുകയാണ്. ഗുരുകുല സമ്പ്രദായം, നമ്മളുടെ ഭാരതീയ സംസ്കാരം, പ്രാചീന ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഗുരുകുലം. അപ്പോൾ എന്താണ്, ഗുരുവിനൊപ്പം താമസിച്ച് ഗുരുവിന്റെ ക്ലാസ് റൂംസിലിരുന്ന് ഗുരു പറയുന്ന കാര്യങ്ങളും പഠിക്കുന്നു. അതോടൊപ്പം ഗുരുവിനെ ഒബ്സർവ് ചെയ്ത് ഗുരു സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടും കേട്ടും ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ നിന്ന് ജീവിക്കുകയും പഠിക്കുകയും ചെയ്തൊരു സിസ്റ്റം. അതിന് കോട്ടയത്ത് ഞങ്ങൾക്ക് വലിയ ക്യാമ്പസ് ഉണ്ട്, ഗുരുകുലം ബേസ്ഡ് ആയിട്ട് തന്നെ.
ഈ ജർമ്മൻ ചാൻസ് കാർഡ് പ്രോഗ്രാം എന്താണെന്ന് പറയാം? ജർമ്മൻ ചാൻസ് കാർഡ് പ്രോഗ്രാം ഇനിയിപ്പോൾ എനിക്ക് വളരെ കുറച്ച് സമയം മതി അത് പറയാൻ. കാരണം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ വ്യൂവേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകും. 3 കാറ്റഗറി നമ്മൾ പറഞ്ഞിരുന്നു വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. 1, ക്വിറ്റ് ഇന്ത്യ പാർട്ടികൾ, അതായത് എങ്ങനെയും ജർമ്മനി വിദേശത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ. 2, ഏതെങ്കിലും ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടെ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ തയ്യാറാവുന്ന വിദ്യാർത്ഥികൾ. 3ാമത്തത് സ്റ്റുഡിയോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 1, 2 എടുത്താൽ രക്ഷപ്പെടുക, നല്ലൊരു ജോലി കിട്ടുക, സെറ്റിൽ ആവുക എന്നുള്ളതാണ് ആവശ്യം. അതിനുവേണ്ടിയാണ് 1.5 വർഷം മുതൽ 2 വർഷം വരുന്ന മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ തയ്യാറാവുന്നത്. അതിനുവേണ്ടിയാണ് ഫീസ് അടയ്ക്കാൻ തയ്യാറാവുന്നത്. 2 വർഷം പാർട്ട് ടൈം ജോബ് ചെയ്ത് കഷ്ടപ്പെട്ടാണെങ്കിൽ ഇന്ന് പഠിക്കാൻ തയ്യാറാവുന്നത്. ജർമ്മൻ ചാൻസ് കാർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് ജർമ്മനി 2024 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പുതിയ വിസ സെക്ഷൻ, അത് 2024 ജൂണിലാണെന്ന് തോന്നുന്നു അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ഓപ്പർച്യൂണിറ്റി കാർഡ്, ജർമ്മൻ ഭാഷയിൽ ചാൻസെ കാർഡ് എന്ന് പറയും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന, ഒരു തൊഴിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏത് വ്യക്തിക്കും ജർമ്മനിയിലേക്ക്, അത് ITI ഡിപ്ലോമ 2 വർഷം മിനിമം പ്രൊഫഷണൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ള ആർക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. അവർക്ക് ജർമ്മനിയിൽ ചെന്ന് തൊഴിൽ സ്വന്തം നിലയിൽ കണ്ടെത്തി ജോലിയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ ജർമ്മൻ ഭാഷയില്ലാതെ ഒരു CV പോലും സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ A1 A2 ഒക്കെ പഠിക്കുന്നത് ഞാൻ നേരത്തെ ബേസിക്സ് ആണ്. അതുകൊണ്ടൊന്നും സംസാരത്തിലേക്ക് നമ്മൾ എത്തില്ല. അപ്പോൾ എങ്ങനെയും ജർമ്മനിയിലേക്ക് ആളുകൾ എത്തട്ടെ എന്നുള്ള ആഗ്രഹത്തിന്, അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് ജർമ്മനി ഇങ്ങനെ വിട്ടുവീഴ്ചയും ഇങ്ങനെ ഒരു ഓപ്പൺ വിസയും കൊടുത്തിരിക്കുന്നത്. ജോബ് സെർച്ച് വിസ പണ്ടുണ്ടായിരുന്നു, 6 മാസമേ വാലിഡിറ്റി. അതിനെ ഒരു നവീകരിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ് 1 വർഷത്തെ വിസ, ആർക്കും പോകാവുന്ന വിസ. അപ്പോൾ നമ്മളുടെ വിദ്യാർത്ഥികൾ 1.5 വർഷമോ 2 വർഷമോ മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്നതിന് പകരം വെറും 6 മാസം അവിടെയുള്ള ജോബ് വേക്കൻസികൾ, ഓൾറെഡി ജോബ് വേക്കൻസികൾ ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള പ്രൊവിൻസിൽ ഇൻഡസ്ട്രികളിലെല്ലാം ജോബ് വേക്കൻസി ഉണ്ട്. സ്കൂൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ വേക്കൻസിയാണ്. അപ്പോൾ ഈ വേക്കൻസികളിലേക്കുള്ള ലിസ്റ്റിംഗ് എടുത്തു വെച്ച് അതിലേക്ക് മിടുക്കരായ, അതിന് പറ്റുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ എടുത്ത്, പ്രൊഫഷണൽസിനെ എടുത്ത് 6 മാസം അവിടെ ട്രെയിനിങ് ചെയ്യുന്നു. 6 മാസവും പാർട്ട് ടൈം ജോബ് ലഭിക്കും. 6 മാസത്തെ ചെറിയ ഫീസിൽ പഠിക്കുന്നു. 6 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ നേരെ ജോലിയിലേക്ക് പോകുന്നു. ദിസ് ഈസ് ജർമ്മൻ ചാൻസ് കാർഡ് പ്രോഗ്രാം. അതിനുവേണ്ടി 1.5 വർഷം, ഇതാണ് ലക്ഷ്യമെങ്കിൽ 1.5 വർഷം 2 വർഷം പണവും മുടക്കണ്ട, സമയവും കളയണ്ട. അതുകൊണ്ടാണല്ലോ ഒരു MBA കഴിഞ്ഞാൽ വീണ്ടും ഒരു MBAക്ക് UK പോകുന്നത്. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണോ, അത് ബന്ധപ്പെട്ട് ട്രെയിനിങ് അവിടെ ലഭിക്കുന്നു, ജോലിയിലേക്ക് പോകുന്നു. എന്താണ് 2018 ലൈഫ് പ്ലാനർ അവതരിപ്പിച്ച ഹൗസ് ബിൽഡിംഗ്? അത് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ പദമാണ്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം. ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം. ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളെ അവിടെ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ കോളർ ജോബ്സ്, സ്കിൽഡ് പ്രൊഫഷണൽസ്. അപ്പോൾ ഈ സ്കിൽഡ് പ്രൊഫഷണലിലേക്ക് വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് സംവിധാനമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗസ് ബിൽഡിംഗിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ജർമ്മൻകാർ വിളിക്കുന്ന പേര് അസൂബി എന്നാണ്. അസൂബിക്ക് ഇംഗ്ലീഷ് നാമം അപ്രന്റീസ്. അപ്പോൾ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം, നർമ്മത്തിൽ പൊതിഞ്ഞ് പറയാം, ഫ്രണ്ട്സ് സിനിമയിലെ അല്ലെ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ്, നമുക്ക് അവന്മാരെ അപ്രന്റീസ് ആയിട്ട് നിർത്താം. എന്താണ് അപ്രന്റീസ്? അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്മാരെ കൊണ്ട് ജോലിയും ചെയ്യിക്കാം, ശമ്പളം കൊടുക്കണ്ട, ഫുഡും ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. അത് കൊള്ളാമല്ലോ എന്ന് ജഗതി പറയുന്ന ആ ഫോർമാറ്റ് അല്ല ആക്ച്വൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്, അവർ ചെയ്യുന്ന പ്രാക്ടീസിന് ഇങ്ങോട്ട് പണം നൽകി അവർക്ക് ജീവിക്കാനുള്ള തുക അതിൽ കൂടുതൽ നൽകണമെന്ന് ഗവൺമെന്റ് നിയമമാണ്. അപ്പൊ അതിനുള്ള കോൺട്രാക്ട് ഉൾപ്പെടെ വിദ്യാർത്ഥികൾ കൊടുത്ത് B1 ആൻഡ് B2 ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികളെ ജർമ്മനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും വിസ ലഭിച്ച് അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ നേഴ്സിംഗ് ഉൾപ്പെടുന്ന 320 ഡിഫറെന്റ് സബ്ജക്റ്റുകളിൽ, ട്രക്ക് ഡ്രൈവർ ഉൾപ്പെടെ ഉണ്ട്, 3 മാസത്തെ കോഴ്സ് വരുന്ന ട്രക്ക് ഡ്രൈവർ, അഗ്രികൾച്ചർ 3 മാസത്തെ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ചേർത്താൽ 320 സബ്ജക്റ്റുകളിൽ അവർ തിയറി ഒരു 40% താഴെ, 60% അതിൽ കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ. ഇങ്ങനെ 3 വർഷം കൊണ്ട് ഒരു ലൈസൻസ്ഡ് നേഴ്സ്, മിനിസ്ട്രി ലൈസൻസ്ഡ് നേഴ്സോ പ്ലംബറോ ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവറോ മെക്കാനിക്കോ അല്ലെങ്കിൽ കുക്കോ ഒക്കെ ആയി മാറുന്ന ഒരു ട്രെയിനിങ് പ്രൊസീജിയറാണ് ഹൗസ് ബിൽഡിംഗ്. ഇത് 2018 ലൈഫ് പ്ലാനർ, ഞാൻ ജർമ്മനിയിൽ ഒരു വിസിറ്റിന് വന്നതിന് ശേഷം 2018 ഒക്ടോബറിൽ ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായി ഹൗസ് ബിൽഡിംഗ് അവതരിപ്പിക്കുന്നത്. 2019 മുതൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അവിടെ നഴ്സിംഗ് ഉൾപ്പെടുന്ന കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2022 മുതൽ
രജിസ്റ്റേർഡ് നേഴ്സസ് ആണ് എൻ്റെ വിദ്യാർത്ഥികൾ. ഇന്ന് 3800-ഉം 4800-ഉം യൂറോ മാസം ശമ്പളം വാങ്ങുന്ന നേഴ്സസ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഇതിനും ലാംഗ്വേജ് ആവശ്യമല്ലേ? മസ്റ്റാണ്. ഓക്കെ. ജർമ്മനിയെ സംബന്ധിച്ച് ഭാഷയില്ലാത്ത ഒരാളെയും സ്വീകരിക്കില്ല. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞ് മാത്രം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഞാനൊരു മലയാളിയാണ്, കേരളത്തിൽ സ്ഥാപനം നടത്തുന്നു, മലയാളി ഒറിജിനാണ്, കേരള ഒറിജിനാണ്. എനിക്കിവിടെ ഒരു എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കമ്പനിയുണ്ട്. ഞാനൊരു ബംഗാളി എഞ്ചിനീയറായിട്ട് എടുക്കുമോ? ഞാൻ അവരെ കുറച്ച് പറയുന്നൊന്നുമല്ല. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നൊരു ഒരു വ്യക്തിയെ എനിക്ക് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ടെക്നിക്കൽ വാക്കുകളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു തൊഴിൽ ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഇപ്പം ജർമ്മനിയിലുള്ള ഈ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ പറയുന്ന എംപ്ലോയേഴ്സിൽ ഭൂരിഭാഗവും ലയൺ ഷെയറും ജർമ്മൻ ഒറിജിൻസ് ആണ്. ജർമ്മൻ ഒറിജിൻ കമ്പനീസ് അല്ലേ നമ്മളിവിടെ പേര് കേൾക്കുന്ന BMW-യും മെർസിഡീസും ഉൾപ്പെടുന്ന വലിയ കമ്പനികൾ തുടങ്ങിയ താഴേക്കുള്ള എല്ലാ കമ്പനികളും ജർമ്മൻ കമ്പനീസ് ആണ്. റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഹോസ്പിറ്റൽസും എല്ലാം ജർമ്മൻസ് തന്നെയാണ്. അവരെങ്ങനെയാണ് ഭാഷ അറിയാത്തൊരു ഉദ്യോഗാർത്ഥിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അപ്പോൾ ഭാഷ ഒഴിച്ചുകൂടാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ ജീവിക്കാൻ ഒരു ടാക്സി വിളിക്കണമെങ്കിൽ പോലും ജർമ്മൻ ഭാഷ വേണം. ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് വെച്ച് ഞാൻ പറയും 5% കഷ്ടിച്ച്, അത് ബെർലിൻ പോലെയുള്ള വലിയ സിറ്റികളുടെ സെൻട്രലിൽ മാത്രം, വളരെ ചുരുക്കം മൾട്ടിനാഷണൽസ് ആയി വന്നു തുടങ്ങിയത് കൊണ്ട് കുറച്ച് പേരെ കാണാൻ പറ്റും. പക്ഷേ ജർമ്മൻസ് ഒരു കാരണവശാലും ഇംഗ്ലീഷ് ആക്സെപ്റ്റ് ചെയ്യില്ല, ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭാഷ നിർബന്ധമാണ്. വി കനോട്ട് അവോയ്ഡ് ഇറ്റ്. അപ്പം ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജർമ്മനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരിക്കും? ഞങ്ങളുടെ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, ആകാശത്തിന് കീഴിലുള്ള ഏത് സബ്ജക്റ്റും ഏത് വിഷയവും ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളിൽ പാഠ്യ വിഷയങ്ങളാണ്. എല്ലാ വിഷയങ്ങളും പഠിക്കാം. ഞാൻ പറഞ്ഞു ഹൗസ് ബിൽഡിങ്ങിൽ മാത്രം 320 വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ അത്രയും നമ്മൾ ITIയിലും പോളിടെക്നിക്കിലും ഉണ്ടാവുമോ? ഇല്ല. 320 സബ്ജക്ട് ഹൗസ് ബിൽഡിങ്ങിൽ പഠിക്കാം അവിടെ. തൊഴിൽ അപ്പം അതിന് വേറൊരു ഗുണങ്ങളുണ്ട്. ഈ ഹൗസ് ബിൽഡിംഗ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ജോബ് ഗ്യാരണ്ടി ലോകത്തൊരു യൂണിവേഴ്സിറ്റിയും കൊടുക്കില്ല. ഞാൻ പറയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പോലും യൂണിവേഴ്സിറ്റി നമ്മളോട് ജോബ് ഗ്യാരണ്ടി പറയുന്നില്ല. അവിടെ പഠിച്ചതിൻ്റെ ക്വാളിറ്റി കൊണ്ട് എംപ്ലോയേഴ്സ് നമ്മളെ അങ്ങ് എടുക്കുന്നതാണ്, അല്ലാതെ അവർ ഗ്യാരണ്ടിയും തരുന്നില്ല. പക്ഷേ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് കമ്പനിയിലാണോ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നത്, അപ്രന്റീസായിട്ട് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയുടെ ഫ്യൂച്ചർ എംപ്ലോയിയാണ്. അതുകൊണ്ടാണ് അവരിൽ ഈ പറയുന്ന ഏതാണ്ട് ഈ 1200 മുതൽ 1500 വരെ മാസം കിട്ടുന്ന യൂറോസ് സ്റ്റൈപ്പൻഡ് നോക്കിയാൽ 3 വർഷം കൊണ്ട് 55,000 യൂറോ വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 52 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ വിദ്യാർത്ഥിയിൽ സ്റ്റൈപ്പൻഡായി ഒരു കമ്പനി, ഒരു ഹോസ്പിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു 15 ലക്ഷം രൂപ വെച്ചിട്ട് ആനുവൽ ഫീ വരുന്നൊരു കോഴ്സാണ് ഇതിനൊന്ന് കണക്കാക്കി നോക്കി. UK പോയാൽ, കാനഡയിൽ പോയാൽ മിനിമം 15 ലക്ഷം രൂപ വേണ്ട ഒരു വർഷം നഴ്സിംഗ് പഠിക്കണമെങ്കിൽ. 4 വർഷത്തെ കോഴ്സല്ലേ, 4 വർഷം കൊണ്ട് 60 ലക്ഷം രൂപ ആവില്ലേ? ഈ പഠനം ഫ്രീ അല്ലേ അവിടെ? അപ്പോൾ ഏതാണ്ട് 1.25 കോടി രൂപ ഒരു എംപ്ലോയർക്കും ഈ പറയുന്ന സ്കൂളിൽ ബന്ധപ്പെട്ടും ഇവരുടെ സൂപ്പർവൈസർ ബന്ധപ്പെട്ടും അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ടും സ്കൂൾ നടത്തിപ്പിലും എല്ലാം ചെലവുണ്ട്. ഈ ചെലവുകളും വഹിക്കുന്നു. 50-55 ലക്ഷം രൂപ ഇവർക്ക് സ്റ്റൈഫൻഡായി ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. സോ വാട്ട് ഷുഡ് ബി ഹിസ് വിഷൻ? ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് ഫ്യൂച്ചർ എംപ്ലോയി. അപ്പോൾ അവരുടെ ജോബ് ഗ്യാരണ്ടി ആർക്കാ ഉള്ളത്? ഈ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ജോബ് ഗ്യാരണ്ടി ആർക്കാ ഉള്ളത്? ആർക്കുമില്ല. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്ത് നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക? അതും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ചരിത്രം പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന രാജ്യങ്ങളൊന്നും അപ്രാപ്യമാണെങ്കിൽ, UK, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ കോസ്റ്റ്ലിയാണ്. എന്നാൽ ലോകോത്തര വിദ്യാഭ്യാസം വേണം. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി വിദ്യാർത്ഥികൾ, ഒന്നല്ല രണ്ടാമത്തെ. ഒരു പഠനത്തോടുകൂടി ആ കൺട്രിയിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആകാൻ പറ്റുമല്ലോ എന്ന വലിയ ആഗ്രഹത്തോടു കൂടി വിദേശ വിദ്യാഭ്യാസത്തെ സമീപിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാൾ ചെലവ് കുറച്ച്, നമ്മുടെ നാട്ടിലൊരു നല്ല സ്കൂളിൽ MBA പഠിക്കണമെങ്കിൽ 15 ലക്ഷം രൂപ ചെലവാകും. അങ്ങനെയെങ്കിൽ പോളണ്ട് ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനിലെ വൻ ശക്തികളാണ്. പോളണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് വീണ്ടും ശ്രീനിവാസനിലേക്ക് പോകണം. സന്ദേശ സിനിമയിൽ പോളണ്ടിനെ കുറിച്ച് അക്ഷരം സംസാരിക്കരുതെന്ന് പറഞ്ഞ ആ രാജ്യം ഇന്ന് യൂറോപ്പിലെ 6ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഞാൻ പോളണ്ട് മാത്രം പ്രതിപാദിച്ചു പറഞ്ഞത് പോളണ്ടിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുടെയും അതുപോലെ മാനേജ്മെന്റ് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെയും ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒരേ ഒരു അംബാസഡറാണ്. നിങ്ങൾക്ക് ധൈര്യമായി നോക്കാം, കേരളത്തിൽ നിന്ന് ഒരു പോളിഷ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടർ റെപ്രസെൻറ്റേറ്റീവ് ഓൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് അംബാസഡർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ പോളിഷ് എഡ്യൂക്കേഷൻ്റെ ഒരു വ്യക്താവ് കൂടിയാണ്. ലോകത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയാൽ 10ാമത്തെ റാങ്കിലുണ്ട്, ആദ്യത്തെ 10 റാങ്കിലുണ്ട് പോളിഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിനെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. അതുകൂടാതെ മറ്റു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലുണ്ട്. അപ്പോൾ പോളണ്ടിനെ എടുത്താൽ വെറും 3.5 ലക്ഷം രൂപ ആനുവൽ ഫീയിൽ MBA പഠിക്കാം.
ഇവിടുത്തെ പല ബി സ്കൂളുകളെക്കാളും ലോകത്ത് റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ 3.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 2.25 ലക്ഷം മുതൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ആനുവൽ ഫീസ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മാക്സിമം വരുന്ന തുകയ്ക്കകത്ത് എനിക്ക് 2 വർഷത്തെ ഇന്റർനാഷണലി അക്രഡിറ്റഡ് MBA പഠിക്കാം. പോളണ്ട് പോലെ 1990 മാത്രം റിപ്പബ്ലിക് ഓഫ് പോളണ്ടായി കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത 35 വർഷത്തിന് അകത്ത് മാത്രം ഹിസ്റ്ററിയുള്ള രാജ്യം ഇന്ന് യൂറോപ്യൻ യൂണിയനിലെ 6ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. യു ക്യാൻ ഇമാജിൻ ദ അഗ്രസീവ്നെസ് ഓൺ ദർ ഗ്രോത്ത് ബോത്ത് ഓൺ എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ, എവറിത്തിങ്. ജർമ്മനി, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ജർമ്മനി ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളുമായി ഇൻഫ്രാസ്ട്രക്ചറിൽ കടപിടിക്കാൻ കപ്പാസിറ്റി ഉള്ള പോളണ്ടിൽ ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ 12 ലക്ഷം രൂപയ്ക്കകത്ത് കൂട്ടി പറയാം, 12 ലക്ഷം രൂപയ്ക്കകത്ത് ലിവിങ് എക്സ്പെൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്ത് മാസ്റ്റേഴ്സ് ചെയ്തിറങ്ങാം. 1 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ഈ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ 20 മണിക്കൂർ ആഴ്ചയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പ്ലെന്റി ഓഫ് പാർട്ട് ടൈം ജോബ്സ് പോളണ്ടിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ നോക്കിയാൽ ഹംഗറി, സ്പെയിൻ, ബൾഗേറിയ തുടങ്ങി വിസയിൽ നിർബന്ധ ബുദ്ധികൾ കൂടുതലുള്ളതും കുറവുള്ളതും പെട്ടെന്ന് വിസ കിട്ടുന്നതുമായ പല പല രാജ്യങ്ങൾ ഞങ്ങളുടെ ബാസ്ക്കറ്റിലുണ്ട്. അപ്പം വിദ്യാർത്ഥികളുടെ സാമ്പത്തിക നിലവാരവും അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റും എല്ലാം താരതമ്യം ചെയ്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടായിരിക്കും ഞങ്ങൾ രാജ്യങ്ങളെ അവർക്ക് ഓഫർ ചെയ്യാം. വിദ്യാർത്ഥികളുടെ ഇഷ്ടത്തിന് അവരുടെ താല്പര്യത്തിനും അനുസരിച്ചായിരിക്കും, അവരുടെ താല്പര്യവും അതിനകത്ത് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതും വേണമല്ലോ. കാരണം അവർക്ക് പൂർണ്ണമായ ബോധ്യമില്ല രാജ്യങ്ങളെ കുറിച്ചൊന്നും. അപ്പൊ അവരുടെ ഒരു ടേസ്റ്റും അവരുടെ ഒരു ഇൻട്രസ്റ്റും മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ അതിലെ പ്രോസ് ആൻഡ് കോൺസും കൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഏത് രാജ്യം പോകണമെങ്കിലും പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുത്ത് തന്നെ അവരെവിടേക്ക് അയക്കുള്ളൂ. വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ യൂറോപ്പിലെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പറ്റുക? മെഡിക്കൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് പോകുന്ന വിദ്യാർത്ഥികൾ, നമ്മൾ ആദ്യമേ ഈ ജർമ്മൻ ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയൊരു പോയിന്റ് ഉണ്ട്. 2 വർഷം, 3 വർഷം, 4 വർഷമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ എൻട്രൻസ് കോച്ചിങ് ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ, അവനെ അതിന് വിടാൻ തയ്യാറായിട്ടൊരു മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, ആ കുട്ടിയുടെ പാഷന്റെ ട്രിഗർ ചെയ്തിരിക്കുന്ന പാഷന്റെ ഡെപ്ത് എന്തായിരിക്കും? അപ്പം ഒരു കാരണവശാലും അയാൾ MBBS കാരനാവാൻ വേണ്ടിയല്ല, MBBS കാരൻ, ആ വാക്ക് എടുത്തു നോക്കണം, MBBS കാരനാവാൻ വേണ്ടിയല്ല ആ കുട്ടി മെഡിക്കൽ എഡ്യൂക്കേഷൻ സമീപിക്കുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും? ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാൻ വേണ്ടിയാണ്. അവൻ്റെ ഉള്ളിലെ ആഗ്രഹം MBBS പഠിക്കണം, MBBS കാരനാവണം എന്നുള്ളതല്ല. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അവൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒരു ന്യൂറോളജിസ്റ്റ് ആവണം, ഓങ്കോളജിസ്റ്റ് ആവണം, കാർഡിയോളജിസ്റ്റ് ആവണം. ഇങ്ങനെ അവൻ നേരത്തെ മനസ്സിൽ അവനെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആ പാഷൻ ലോക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ വിദ്യാഭ്യാസം MBBS പോലും ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല, ഏറെക്കുറെ ഒരു 80 മുതൽ 90% വിദ്യാർത്ഥികളെയും ഞാൻ ഈ പറഞ്ഞ ഔട്ട്കമായ സ്പെഷ്യലൈസേഷനിൽ എത്തിക്കുന്നില്ല എന്നുള്ളത് പച്ച പരമാർത്ഥം. കാരണം ഞാൻ പറഞ്ഞാൽ MBBSന്റെ ഫുൾ ഫോം എന്താണ്? ബാച്ചിലേഴ്സ് ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലേഴ്സ് ഓഫ് സർജറി. സോ ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് എ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം വിച്ച് മീൻസ് എ മാസ്റ്റർ ഡിഗ്രി ഈസ് അവൈറ്റിംഗ് ഫോർ യു. മാസ്റ്റർ ഡിഗ്രിക്ക് സീറ്റ് കിട്ടുമോ? MD ചെയ്യാൻ സീറ്റ് കിട്ടുമോ? MD ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 16,250 സീറ്റ് ഓൾ ഇന്ത്യ ലെവലിലുള്ളൂ. ഒരു വർഷം ഇതിനു വേണ്ടി നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഒരു വർഷം നീറ്റ് ഫോർ PGക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, ഫിസിഷ്യൻസ് എന്ന് പറയാം, വർഷങ്ങളായിട്ട് ഫിസിഷ്യൻസ് ആയിട്ട് 40 വയസ്സായ ഫിസിഷ്യനും ഈ അപേക്ഷിക്കുന്നവരും ഉണ്ടാവും, 30 വയസ്സായവരും ഉണ്ടാവും, ഫ്രഷ് ഗ്രാജുവേറ്റ്സും ഉണ്ടാവും. ഏതാണ്ട് 8 ലക്ഷത്തോളം മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണ് ഒരു വർഷം ഈ 16,000-17,000 സീറ്റ് വരുന്ന മെഡിക്കൽ PG സീറ്റിലേക്കുള്ള കോമ്പറ്റീഷനിൽ നിൽക്കുന്നത്. എത്ര പേർക്ക് കിട്ടും? ഇതിന്റെ പ്രോബബിലിറ്റി നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ സ്പെഷ്യലൈസേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അപ്രാപ്യം. ഈ പറയുന്ന 8 ലക്ഷത്തിനകത്ത് ഇന്ത്യയിലെ ഗ്രാജുവേറ്റ്സും ഉണ്ട്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സും ഉണ്ട്. എന്തുകൊണ്ട് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഇന്ത്യയിലെ ഈ എക്സാമിൽ വരുന്നു? അവരോട് ഒന്ന് നീറ്റ് മാത്രം എഴുതിയാൽ പറയാൻ നെക്സ്റ്റ് എഴുതണം, നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്, എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ പേര്, ഫുൾ നെയിം. അപ്പോൾ ഈ നെക്സ്റ്റ് എഴുതി ലൈസൻസ് ആയതിനു ശേഷം മാത്രമേ നീറ്റ് ഫോർ PGക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിദേശത്ത് നിന്ന് പഠിച്ചു വന്ന വിദ്യാർത്ഥികളും ഇതിലുണ്ട്. എന്തുകൊണ്ട് അവരും വരുന്നു? കാരണം അവർ പഠിച്ചിട്ടുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളോ, ജോർജിയ, റഷ്യയോ, ചൈനയോ, അല്ലെങ്കിൽ യുക്രൈനോ, ഉസ്ബെക്കിസ്ഥാനോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും അവരെ പഠിക്കാൻ മാത്രമേ അങ്ങോട്ട് ക്ഷണിക്കുന്നുള്ളൂ. തിരിച്ച് ഇന്ത്യയിലേക്ക് പോരണം എന്നുള്ളത് നിശ്ചയമാണ്. അവിടെ വേണ്ട, അവിടെ സ്പെഷ്യലൈസേഷൻ സ്കോപ്പ് ഇല്ല, ആ ഭാഷയൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവുന്നതല്ല, അതൊന്നും പഠിച്ച് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അവർക്കവിടെ വേണ്ടതാണ്. അപ്പോൾ ഈ കുട്ടികളും ഇന്ത്യയിൽ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുന്ന കുട്ടികളുടെ എല്ലാം ഭാവി അപകടത്തിലല്ലേ? അവർ സ്പെഷ്യലിസ്റ്റ് ആകുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പർപ്പസ്ഫുൾ എഡ്യൂക്കേഷൻ. ലൈഫ് പ്ലാനർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ
എഡ്യൂക്കേഷനെ പർപ്പസ്ഫുൾ ആക്കുന്നതും ആ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിൽ മാത്രമാണ് മെഡിക്കൽ എഡ്യൂക്കേഷനെയും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സെൻട്രൽ യൂറോപ്പിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും US ഉൾപ്പെടെ അംഗീകരിച്ച, ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളും അംഗീകരിച്ച ഒരു സിസ്റ്റം ആ രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. US UK ഒക്കെ ഫോളോ ചെയ്യുന്ന സെയിം സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഡിഗ്രി ഇൻ മെഡിസിൻ. ഇതാണ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഡിഗ്രി ഇൻ മെഡിസിൻ. ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഡിഗ്രി ഇൻ മെഡിസിൻ ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്, ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും ഒരുമിച്ച് പഠിക്കുക. അതിനുശേഷം വീണ്ടും ഒരു മാസ്റ്റർ ഡിഗ്രി കോഴ്സ് ഇല്ല. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് പോളണ്ടിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ വ്യക്തമാണ് ഞാൻ. 2 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ റെപ്രസെന്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 6 വർഷം കണ്ടിന്യൂസ്ലി ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഡിഗ്രി മെഡിസിൻ പഠിക്കുന്നു. ഈ പഠിക്കുന്നതോട് തന്നെ ഏതാണ്ട് 19 അധികം മേജർ ഫാക്കൽറ്റീസിൽ കൂടിയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അവർ സ്പെഷ്യലൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ സബ്ജക്റ്റുകളിലും കടന്നു വരുന്നു. ഇമ്മൻസ് പ്രാക്ടീസാണ്. ആകെ 80 മുതൽ 100 വിദ്യാർത്ഥികളെ മാത്രമേ യൂണിവേഴ്സിറ്റി എടുക്കുകയുള്ളൂ. ലോകത്തിൽ നിന്ന് 45-ലധികം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നിന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. ട്രൂ ഇന്റർനാഷണൽ ക്യാമ്പസ്, മൾട്ടി കൾച്ചറൽ ക്യാമ്പസ്. ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. ബ്രിട്ടീഷ് ഒറിജിൻസും ഐറിഷ് ഒറിജിൻസും കനേഡിയൻ ഒറിജിൻസും ചില വർഷങ്ങളിൽ US ഒറിജിൻസും സ്കാൻഡിനേവിയൻസും വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം, ഞാനൊരു ബ്രിട്ടീഷ് വിദ്യാർത്ഥിക്കൊപ്പം എൻ്റെ ഇംഗ്ലീഷും എൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട കപ്പാസിറ്റിയും ഗ്രോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഈ വിദ്യാഭ്യാസം UK ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2017 മുതൽ പ്രതിനിധാനം ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റികൾ പഠിച്ച വിദ്യാർത്ഥികൾ 2022 മുതൽ ബ്രിട്ടനിൽ ഡോക്ടേഴ്സാണ്. അവർ ഇന്ത്യയിൽ തിരിച്ചു വന്നൊരു പരീക്ഷയ്ക്ക് നിന്നിട്ടില്ല. പോളണ്ടിൽ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ, ഫൈനൽ ഇയർ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ അവരെ ബ്രിട്ടീഷ് ഹോസ്പിറ്റൽസ്, NHS, നാഷണൽ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഗവൺമെന്റ് സംവിധാനത്തിന് അണ്ടറിലുള്ള ഹോസ്പിറ്റൽസ് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിനൊരു ശതമാനക്കണക്കും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ 10% 20% അല്ല, 100% ഗ്രാജുവേറ്റ്സും പോളണ്ടിൽ പഠിച്ചതിന് ശേഷം UKയിലെ ഡോക്ടേഴ്സാണ്. അവർ ഫൗണ്ടേഷൻ കോഴ്സിലും സ്പെഷ്യലൈസേഷനിലുമാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മാസ്റ്റർ ഡിഗ്രി കോഴ്സ് അല്ല, 2 വർഷം ജനറൽ മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ അടുത്ത 4 വർഷം കൊണ്ട് സ്പെഷ്യലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊരു മറുവശം കൂടെ പറയാം. ഇന്ത്യയിലെ NMC.org, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റായ NMC.org-ൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ പേജിലേക്ക് പോയാൽ കാണാൻ പറ്റുന്ന ഒരു എക്സംഷനോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. UK, USA, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് കാനഡ, 5 അയർലൻഡ് ഇല്ല അതിൽ, 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പഠിച്ചു അവിടുന്ന് സ്പെഷ്യലൈസേഷൻ ലൈസൻസ് സ്വായത്തമാക്കിയ മെഡിക്കൽ ഡോക്ടേഴ്സിന് ഇന്ത്യയിൽ വന്നാൽ സ്ക്രീനിങ് ഇല്ല. വിച്ച് മീൻസ് ഒരു UK സ്പെഷ്യലിസ്റ്റ് ആയി ഞാൻ ഇന്ത്യയിൽ വന്നാൽ മറ്റൊരു സ്ക്രീനിങ്ങോ ഇന്ത്യയിൽ വീണ്ടും ഒരു ലൈസൻസിന് അപേക്ഷിക്കാതെ എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. സോ മൈ സ്റ്റുഡൻറ് ബിക്കം എ ഗ്ലോബൽ ഡോക്ടർ. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഈ ലൈഫ് പ്ലാനറിലേക്ക് തിരികെ വന്നാൽ എവിടെയാണ് ലൈഫ് പ്ലാനറിന്റെ ആസ്ഥാനം? ലൈഫ് പ്ലാനറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നഗരമായ കോട്ടയത്താണ് ഞാൻ എൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. കോട്ടയത്താണ് ഹെഡ് ഓഫീസ്. നമ്മളിപ്പോൾ ഇന്നിരിക്കുന്നത് കൊച്ചിയിലെ പത്തടിപ്പാലത്തുള്ള കോർപ്പറേറ്റ് ഓഫീസിലാണ്. അപ്പോൾ ഈ 2 ഓഫീസുകളാണ് എനിക്കുള്ളത്. ഇതിന് ബന്ധപ്പെട്ട് വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. ലൈഫ് പ്ലാനറിന് കാനഡയിൽ തന്നെ ആൽബർട്ടയിലെ കാൽഗറിയിൽ ലൈഫ് പ്ലാനർ ഇന്റർനാഷണൽ കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതോടൊപ്പം പോളണ്ടിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഇന്റർനാഷണൽ എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനങ്ങളുണ്ട്. ഒരു പരിധി വരെ ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ തന്നെ സ്വന്തമായിട്ടൊരു മാഗസിനൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ എഡ്യൂക്കേഷണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, എഡ്യൂക്കേഷൻ മാഗസിൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പോളണ്ടിലും വേറെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട്, സെൻട്രൽ യൂറോപ്പിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി. ഇതാണ് ലൈഫ് പ്ലാനറിൻ്റെ ടോട്ടൽ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ ഒട്ടുക്കാകെ നമ്മൾക്ക് ബിസിനസ് അസോസിയേറ്റ്സ് ഉണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സോൾ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലൊക്കെ ഞങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള അസോസിയേറ്റ്സിനെ അസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ ലൈഫ് പ്ലാനറിന് കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ടൈം. ആൻഡ് വി അഷ്വർ ഞങ്ങളുടെ മുന്നിൽ വരുന്നവരെ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലൊരു ഞങ്ങളുടെ മനസ്സിനൊത്തിണങ്ങിയ വിദ്യാർത്ഥിക്ക് ഭാവി സുരക്ഷിതമാകുമെന്ന് ഉറപ്പുള്ള ഒരു കോഴ്സ് മാത്രമേ ഞങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യൂ, രാജ്യം മാത്രമേ ഞങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യൂ എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.